സന്തോഷ് വണക്കം. നമസ്തേ. അപ്പോൾ സന്തോഷ് മോഹൻജിയെ എല്ലാവർക്കും പരിചയമുണ്ട്, നമ്മൾ വീഡിയോ ഒരുമിച്ച് ചെയ്തതുകൊണ്ട്. അതെ. അപ്പോൾ ഇത് എൻ്റെ ഗുരു, അതിനപ്പുറത്ത് എൻ്റെ കൊച്ചച്ഛൻ, അതിനപ്പുറത്ത് ആമ്പല്ലൂരിൻ്റെ പ്രിയ കലാകാരൻ, സാഹിത്യകാരൻ. വെരി ഗുഡ്. അദ്ദേഹത്തിൻ്റെ ഒരു മേഖല എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളാണ്. അക്ഷരങ്ങളിലൂടെ ജനങ്ങളിലേക്കും കുട്ടികളിലേക്കുമെല്ലാം വളരെ സജീവ സാന്നിധ്യമായിട്ട് നിൽക്കുന്ന ആമ്പല്ലൂരിൻ്റെ പ്രിയപ്പെട്ട കലാകാരൻ. വെരി ഗുഡ്. എൻ്റെ കൊച്ചച്ഛനാണ്. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തെയും കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഓക്കെ. അപ്പോൾ നമുക്കിനി ഒരുമിച്ച് കുറച്ച് കാര്യങ്ങളിങ്ങനെ ചർച്ച ചെയ്യാം. കാരണം ശബരിമല ശാസ്ത്രീയ സത്യങ്ങളെ നമ്മൾ ഒത്തിരി നല്ല രീതിയിൽ ആൾക്കാർക്ക് റിവീൽ ചെയ്ത് കൊടുത്തു. എനിക്ക് തോന്നുന്നു വളരെ നല്ല രീതിയിൽ അത് ആൾക്കാർ റിസീവ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം ഒത്തിരി ആൾക്കാർ അതിൻ്റെ താഴെ നല്ല രീതിയിലുള്ള റെസ്പോൺസ്, കമൻസ് ഇട്ടിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഒപ്പം തന്നെ ഒരു 3-4 കമൻറ്റ് ഞാൻ കണ്ടു. സന്തോഷ് ജിയുടെ പ്രണവവേദ എന്നാണ് റിലീസ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊന്ന് അറിയണം എന്നുള്ള രീതിയിലുള്ള കുറച്ച് പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ശബരിമല ശാസ്ത്രീയ സത്യത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ സന്തോഷ് ജിയുടെ മറ്റുള്ള കണ്ടെത്തലുകൾ, ആ ശാസ്ത്രീയ സത്യങ്ങളെക്കുറിച്ചുകൂടെ അറിയാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ പ്രേക്ഷകരിങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവരെ ഒരുപാട് സന്തോഷം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സബ്ജക്റ്റുകൾ കൂടെ നമുക്ക് ഇന്ന് സംസാരിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പ്രിയ ഗുരുവിൻ്റെ നേതൃത്വത്തിലാകുമ്പോൾ അതിന് കുറച്ചും കൂടെ ഒരു അതെ, തീർച്ചയായിട്ടും ഗുരുസ്ഥാനത്തൊന്നും ഇരിക്കാൻ മാത്രമുള്ള അല്ല, അതല്ല. അച്ഛൻ്റെ അച്ഛൻ ഇന്നില്ല. അപ്പോൾ അച്ഛനും ചാച്ചനും കൂടി ഒന്നിച്ചാണ് എന്നെ ഈ മേഖലയിലേക്ക് കൊണ്ടുവന്നതല്ല. ഞങ്ങളുടെ സംഭാഷണങ്ങളിൽ ഉരുത്തിരിഞ്ഞ് വേണ്ടിയിട്ടുള്ള ചില സ്പാർക്കുകൾ. അന്ന് സന്തോഷം വളരെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് വർത്തമാനം പറയും, അത് ഞങ്ങളുടെ ഇടവഴിയൊക്കെ നടന്ന് കളിക്കുക. ഒരു കാരണവശാലും ഞങ്ങളുടെ ഈ വിഷയത്തിലേക്ക് വരുന്നില്ല, അതിനുള്ള പ്രായവും ഇല്ല. പക്ഷെ ആ നടന്ന നടപ്പിലൊക്കെ ഞാൻ കരുതിയത് ഇങ്ങേർക്ക് ബോർഡടിച്ചിട്ട് പിള്ളേരുടെ ഇതുണ്ടല്ലോ, ആ ബാല്യ ചാബല്യങ്ങളായിട്ട് ഞാൻ കണക്കാക്കി. പക്ഷേ അത് മുഴുവൻ അവിടെ അതിലേ നടന്ന് മുഴുവൻ ഗ്രാസ്പ് ചെയ്യായിരുന്നു സന്തോഷം. ഇപ്പോഴാണ് മനസ്സിലാവണേ. ഏതാണ്ട് ഒരു 35-40 വർഷത്തിന് മുമ്പ് ഞങ്ങളുടെ ഇടവഴി നടന്നപ്പോൾ അന്നത്തെ ഞങ്ങളുടെ വിജ്ഞാനത്തിൻ്റെ തലമെന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, തീരെ ചർച്ച ചെയ്യും, തർക്കിക്കും. ആ തർക്കത്തിൽ ഉരുത്തിരിഞ്ഞ് വരുന്ന ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടി ഞങ്ങൾ ഒരുപാട് രാത്രികൾ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇങ്ങനെ പറയാം, വലിയൊരു യാഗാഗ്നിയുടെ തീപ്പൊരി ഇടാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ വന്നുപെട്ടതാ. ഒരു കാര്യം ശരിയാണ്, സന്തോഷ് ജിയുടെ അച്ഛൻ ആ കാര്യത്തിൽ എനിക്ക് വലിയൊരു മാർഗദർശിയാണ്. ഇതിനിടയ്ക്ക് ഞങ്ങളുടെ 2 പേരുടെയും കൂട്ടത്തിലേക്ക് 3-ാം ഒരാളും കൂടെ വന്നു. എൻ്റെ അമ്മയുടെ മൂത്ത ആങ്ങള അസാമാന്യ സംസ്കൃത പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിനുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു വിഷയം സംസാരിക്കുമ്പോൾ അതിനൊരു നമ്മുടെ ഒരു നിഗമനം പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ഥാപിക്കാനുള്ള മൂലം ഉണ്ടായിരിക്കുന്നു. അവർക്ക് അങ്ങനെ പറ്റുള്ളൂ. ഏത് ഗ്രന്ഥത്തിൽ, ഏത് വിഷയം, ഏത് അധ്യായത്തിൽ, ഇന്ന ഗ്രന്ഥത്തിൽ ഇന്ന അധ്യായത്തിൽ ഇന്ന പോലെ പറഞ്ഞിട്ടുണ്ടെന്ന് അത് അപ്പം തന്നെ അങ്ങോട്ട് ആ ശ്ലോകം ചൊല്ലി വ്യാഖ്യാനിക്കുമായിരുന്നു. അദ്ദേഹം അങ്ങനെ വൈക്കം സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം വാസു, വൈക്കം ചെമ്മനാട്ട് വാസുവാചാരി എന്ന് പറയും. ഒത്തിരി പാണ്ഡിത്യം ഉണ്ടായി. ആ പാണ്ഡിത്യം തലയ്ക്കകത്ത് കയറി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ജീവിതം. ഇവർ 3 പേരും കൂടിയുള്ള സംഭാഷണങ്ങളൊക്കെയാണ് നമ്മളെ ശരിക്കും ചിന്തിപ്പിച്ചത്. ശരിക്കും പറഞ്ഞാൽ ആ സ്പാർക്ക് ഇവരിൽ നിന്നാണ്. അച്ഛൻ ശരിക്കും ചിന്തിക്കുന്ന കൂട്ടത്തിലായിരുന്നു. യുക്തിയും ഭക്തിയും ഒരുപോലെ കൈകാര്യം ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, യുക്തി കൊണ്ട് വന്നെങ്കിൽ ഭക്തി കൊണ്ട് നേരിടും, ഭക്തി കൊണ്ട് വന്നെങ്കിൽ യുക്തി കൊണ്ട് നേരിടും. മുമ്പിൽപ്പെട്ട പരാജയമായിരിക്കും ഫലം. അങ്ങനെയാണ് ഈ സന്തോഷ് ജിയുടെ ഫാദർ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ വല്യച്ഛൻ്റെ മകൻ ചേട്ടനാണ്, മണിച്ചേട്ടൻ എന്നാണ് ഞങ്ങൾ അറിയുന്നത്. KK രാജൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെങ്കിലും മണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ മുഴുവൻ മണിച്ചേട്ടനാണ്. ഞാൻ യുക്തിയുടെ പുറകെ അന്നും ഇന്നും അങ്ങനെ തന്നെ പോണു. ഏത് ഭക്തി, ഇപ്പം ഇപ്പോഴത്തെ യുക്തിവാദത്തിൻ്റെ ഒരു പോരായ്മ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഉള്ളതിനെ ഇല്ല എന്ന് പറഞ്ഞാൽ ഈശ്വരനുണ്ടോ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ചോദ്യം തീർന്നു, വേറെ ആർക്കൊന്നും ചോദിക്കാനില്ല. പക്ഷേ
ആ ഈശ്വരനുണ്ട് എന്ന് ആരെങ്കിലും പറയാനിടയായാലും അതെവിടെ, എന്താണ്, അതിനെക്കുറിച്ചുള്ള അന്വേഷണമായിരുന്നു ഞങ്ങൾ നടത്തിയത്. പക്ഷേ ഞങ്ങൾ രണ്ടുപേരെയും മറികടന്ന് സന്തോഷിച്ച് അതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് മേഖലയിലേക്ക് പോയി. സയൻസ്, അതിൻ്റെ ശാസ്ത്രവിധികളാണ് സന്തോഷിൻ്റെ കയ്യിലുള്ളത്. എൻ്റെ കയ്യിലുള്ളത് യുക്തി. ഏതൊരു കാര്യത്തിനും 3 തലം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പുരാണ കഥകൾ, ഐതിഹ്യം കൊണ്ട് സ്ഥാപിക്കുന്ന, ഇത് ഐതിഹ്യ നിബദ്ധമായിട്ടുള്ള ആചാരങ്ങൾ അനുഷ്ഠിച്ചു പോകുന്നൊരു രീതി ഒന്ന്, അതിൻ്റെയൊക്കെ പിന്നിലെ യുക്തി അന്വേഷിച്ച് പോകുന്നൊരു വിഭാഗം രണ്ടാമത്, മൂന്നാമത് ആണ് ശാസ്ത്രം. അവിടം കഴിഞ്ഞാൽ പിന്നെ ഒന്നും തർക്കിക്കാനില്ല. അപ്പോൾ ഈ ശാസ്ത്രത്തിലേക്ക് എത്തിയത്, ഇപ്പം ഈ ഞങ്ങൾ യുക്തിയിൽ തുടങ്ങിയ ആ ചിന്തകൾക്ക് സമ്പൂർണ്ണ വ്യാഖ്യാനത്തിലേക്ക് എത്തിയത് ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ തർക്കം ഇവരുടെ ഇടയിൽ നടന്നുകൊണ്ടിരുന്നത്. നിരീശ്വരവാദവും ഈശ്വരവാദവും. അപ്പോൾ നമ്മൾ അതിൻ്റെ അത് ആദ്യം പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങനെ തുടങ്ങാം. തീർച്ചയായിട്ടും എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചതും ചാച്ചനും അച്ഛനും ഒക്കെ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളതും ഈശ്വരനുണ്ടോ ഇല്ലയോ, നിരീശ്വരവാദമാണോ ഈശ്വരവാദമാണോ ശരി, അത് എവിടെയാണ്, എങ്ങനെയാണ്. അതെ. അപ്പോൾ നമുക്ക് ആദ്യം അത് തന്നെ പറയാം. തീർച്ചയായിട്ടും പരമസത്യം ജലമാകുന്നു. ആ ജലത്തിൻ്റെ മായ മാത്രമാകുന്നു ജീവൻ. അത് പാർവതിയാകുന്നു. അത് പരമശിവൻ്റെ പത്നീഭാവത്തിലാകുന്നു. അപ്പോൾ ഈ മണ്ണാണ് പരമശിവം. അതിൽ വാമഭാഗമായിരിക്കുന്നത് പതിച്ച് പത്നിയായിരിക്കുന്നത്, പതിച്ച് പതിയാക്കി മണ്ണിനെ മാറ്റുന്നത് പരമസത്യമായിരിക്കുന്ന ജലമാകുന്നു. ഇപ്പോൾ ഈ സത്യലോകം എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ ലോകമാണ്. ബ്രഹ്മാവ് സത്യലോകത്ത് വസിക്കുന്നു. ഈ ജലത്താൽ പ്രേമരൂപേണ വ്യാപിക്കുന്നതാണ് സസ്യലോകം. അപ്പോൾ സത്യമെന്ന് പറയുന്നത് ജലമാണ്, അത് ജീവനാണ്. ഈ ജലത്തിൻ്റെ മായയാണ് ജീവൻ. അപ്പോൾ സത്യത്തിൽ നിന്ന് എന്താണ് ജനിക്കുന്നതെന്ന് ചോദിച്ചാൽ നാരീശത്വമാണ് ഈ സത്യത്തിൽ നിന്ന് ജനിക്കുന്നത്. അതായത് പരമസത്യമായിരിക്കുന്ന ജലത്തിൽ നിന്നും ജനിക്കുന്നത് ജീവനാണ്. ആ ജീവൻ നാരീശത്വമാണ്. നാരീശത്വത്തിൽ നിന്നിട്ടാണ് ഈശ്വരീയത്വം ജനിക്കുന്നത്. ഐശ്വര്യത്തെ ഏകുന്ന ഈശ്വരീയത്വം നാരീശത്വത്തിൽ നിന്നും ജനിക്കുന്നു. നാരീശ്വരത്വം എന്ന് പറയുന്നത് ഈ സസ്യലോകവും ചെറിയ വൃക്ഷങ്ങളും ചെടികളും അതുപോലെ തന്നെ മാതൃലോകവും ജന്തുലോകവും എല്ലാം ചേർന്നാണ് നാരീശ്വരത്വം. ആ നാരീശ്വരത്വത്തിൽ നിന്ന് എങ്ങനെയാണ് ഈശ്വരീയത്വം ഉണ്ടാകുന്നത്? ഐശ്വര്യത്തെ ഏകുന്ന ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടാകുന്നത്. ഐശ്വര്യത്തെ ഏകുന്നതാണ് ഈശ്വരീയത്വം. അത് നാരീശ്വരത്വത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഒരു അസത്യം കിടപ്പുണ്ടല്ലോ. ആ സത്യത്തിൽ നിന്ന് എന്താണോ ഉണ്ടാകുന്നതെന്നറിയോ? നിരീശ്വരത്വം ഉണ്ടാകും. ഐശ്വര്യത്തെ ഇല്ലാതാക്കുന്ന, ഈശ്വരീയത്വത്തെ നശിപ്പിക്കുന്ന, ഈശ്വരനെ നശിപ്പിക്കുന്ന നിരീശ്വരത്വം ഉണ്ടാകുന്നു. എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തെ തല്ലിക്കെടുത്തുന്ന, ഈശ്വരീയത്വത്തെ നശിപ്പിക്കുന്ന, ദൈവികതയെ ദ്രവ്യത്തിൻ്റെ ദിവത്തെ ഇല്ലാതാക്കുന്ന, ദിവസത്തെ ഇല്ലാതാക്കുന്ന, ദൈവത്തിൻ്റെ എല്ലാ പവിത്രതയെയും നശിപ്പിക്കുന്ന അസത്യത്തിൻ്റെ സന്തതികളായിട്ട് നിരീശ്വരവാദം ഉയർന്നു നിൽക്കുമ്പോൾ നമ്മൾ പറയുക നമ്മൾ ഏതുവാദികളാണ്. അതെ. അപ്പോൾ ഒരിക്കലും നിരീശ്വരവാദം എന്ന് പറയുന്നത് യുക്തിവാദം നമുക്ക് പറയാൻ പറ്റത്തില്ല. യുക്തിവാദം വേറെയാണ്. വേദത്തിൻ്റെ നേഴ്സറി സ്കൂളാണ് യുക്തിവാദം. ഏറ്റവും വലിയ യുക്തിവാദി ശ്രീരാമചന്ദ്രനാണ്. ഈ വൈഷ്ണവ ശൈവ യുദ്ധവെറിയുടെ അമ്പിനെയും വില്ലിനെയും യുക്തി കൊണ്ടൊടിച്ചു കളഞ്ഞ് പരശുരാമൻ്റെ ആയുധം താഴെ വെപ്പിച്ച യുക്തി ശ്രീരാമചന്ദ്രൻ്റേതാണ്. ആ യുക്തി കൊണ്ടാണ് അദ്ദേഹം ഈ വേദത്തെ വ്യാഖ്യാനം ചെയ്തത്. അത്രയും വലിയ യുക്തിവാദി ലോകത്തുണ്ടാവില്ല. പക്ഷേ യുക്തിവാദമല്ല, യുക്തിവാദത്തിൽ നിന്നും അടുത്ത തലങ്ങളിലേക്ക് ഉയരണം. യുക്തിയിൽ നിന്നും യുക്തത്തിലേക്കും, യുക്തത്തിൽ നിന്നും ഭക്തിയിലേക്കും, ഭക്തിയിൽ നിന്നും മുക്തിയിലേക്കും, മുക്തിയിൽ നിന്നും മോക്ഷത്തിലേക്കും, മോക്ഷത്തിൽ നിന്നും സ്വസ്തിയിലേക്കും എത്തിയിട്ടാണ് ഭാരതത്തിൻ്റെ വേദതലം നിൽക്കുന്നത്, ജ്ഞാനതലം നിൽക്കുന്നത്. യുക്തിവാദിക്ക് എപ്പോഴും വാദിക്കാനേ പറ്റുള്ളൂ, വിധി പ്രസ്താവിക്കാൻ കഴിയില്ല. ഒരിക്കലും വിധിയില്ല, വാദം എന്നാണ് അതിൻ്റെ പേര്. അതൊരു രോഗമാണ്. ആ രോഗത്തിൽ നിന്നും മറികടന്ന് വേദത്തിലേക്ക് വരുമ്പോഴാണ് നമ്മളുടെ വേദനകളെ മാറ്റുവാനുള്ള ഔഷധത്തെ കണ്ടെത്താൻ പറ്റുള്ളൂ. ഇപ്പം ഈ നാരി എന്ന് പറഞ്ഞില്ലേ, നാരി എന്താണ്? നാരി നാരം എന്നാൽ ജലമാണ്. നാരങ്ങ എന്ന് പറയുമ്പോൾ ജലം നിറഞ്ഞാണ്. ആ നാരം എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് നാരി. അപ്പോൾ സ്ത്രീ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നാരി എന്ന് പറയുമ്പം ജലശക്തിയാൽ
നിലനിന്ന് പോകുന്നത്. അവരെപ്പോഴും ദേഹബോധത്തിൽ ജീവിക്കുന്നവരായിരിക്കും. അതെ, പുരുഷന്മാര് ആത്മബോധത്തിൽ ജീവിക്കുന്നവരായിരിക്കും. നാരി ജലം കിട്ടിയില്ലെങ്കിൽ ഉണങ്ങിപ്പോവും. ചെറിയ വൃക്ഷങ്ങളെല്ലാം ജലം കിട്ടിയില്ലെങ്കിൽ ഉണങ്ങിപ്പോവും. നാരത്താൽ സംരക്ഷിക്കപ്പെടുന്നവളാണ് നാരി. അത് നാരത്തിൻ്റെ മായ തന്നെയാകുന്നു. അവരുടെ ശരീരവും ജലം പോലെ മൃദുലമായിരിക്കും. നരൻ എന്ന് പറഞ്ഞാൽ നാരത്തെ സംരക്ഷിക്കുന്നവനാണ്. നാരത്തെ അയനം ചെയ്യിപ്പിക്കുന്നവൻ ആരോ അവൻ നാരായണൻ. അപ്പോൾ ഈ നാരായണനാണ് നാരിയെ സംരക്ഷിക്കുന്നത്. ജീവനാംശം കൊടുക്കുവാനുള്ള ബാധ്യത നാരിക്കാണ്. അപ്പോൾ സത്യത്താലാവണം നാരി നടിക്കേണ്ടത്. കാരണം നരനിവിടെ നിവർന്ന് നിന്നാൽ, ഈ വൃക്ഷലോകം മഹാവൈഷ്ണവ ശക്തി നിവർന്ന് നിന്നാൽ മാത്രമാണ് നാരിയായിട്ടുള്ള ജന്തുലോകത്തിന് നടിക്കുവാൻ കഴിയുള്ളൂ. ആ സത്യമായിരിക്കുന്ന ആ നാരത്തിൻ്റെ അവതാരങ്ങളായിരിക്കുന്ന നമ്മളുടെ മാതൃലോകം, സസ്യലോകം, ഇതെല്ലാമാണ് നവധാന്യങ്ങളെയൊക്കെ ജനിപ്പിക്കുന്നതിന് കാരണം ഈ നാരീലോകമാണ്. അപ്പോൾ ഈ നാരത്തിൻ്റെ വൈഭവമാണ് ബ്രഹ്മലോകത്തു നിന്നും ജനിക്കുന്ന ഈ മഹാവൈഷ്ണവ ശക്തിയാൽ, അതും സൗരോർജത്തിൽ ഈ വൈഭവം ഇവിടെ സാധ്യമാകുന്നതിൻ്റെ എല്ലാം പിന്നിൽ നമ്മളുടെ വേദം വ്യക്തമായിട്ട് പറയുന്നു, സത്യമാണ് ജയിക്കേണ്ടത്, സത്യമാണ് പുലരേണ്ടത്, സത്യം നിറഞ്ഞിരിക്കുന്നതാണ്, മറിഞ്ഞിരിക്കുന്നതല്ല. അതെ. നാരായണൻ എന്ന പദം നാരത്തിൽ അയനം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ജലത്തിലൂടെ സഞ്ചരിക്കുന്നത്. അത് മിക്കവാറും ശരീര സംബന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ രക്തത്തിലെ ഓക്സിജൻ ആയിരിക്കണം. അമ്മേ നാരായണ എന്ന നാമജപം ചോറ്റാനിക്കര അമ്പലത്തിൽ ചെന്ന് കേൾക്കാറുണ്ട്. ഞാൻ ആലോചിച്ചുകൊണ്ട് നാരായണൻ പുല്ലിംഗരൂപം, അമ്മ എന്ന് വിളിക്കുന്ന സ്ത്രീലിംഗരൂപം, ഇത് രണ്ടും കൂടെ ഒരു വിഗ്രഹത്തിൽ ഏകോപിപ്പിക്കുന്നതിൻ്റെ യുക്തി കുറേ നാള് അന്വേഷിച്ച് ചിന്തിച്ച് ഭ്രാന്ത് പിടിച്ച് നടന്നു. പിന്നീടാണ് മനസ്സിലായത്, ഈ നമ്മുടെ ശരീരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തത്തിൽ അതിൻ്റെ ആ ജൈവ ഊർജം, ആ ഊർജത്തിന് പൂർവീകരിട്ട പേരാ നാരത്തിൽ അയനം ചെയ്യുന്ന നാരായണൻ. പക്ഷെ അത് അമ്മയാണ്. അതിനകത്ത് വേറൊരു സംഭവം കൂടി ഉണ്ട്. അതിൻ്റെ അർത്ഥവ്യാഖ്യാനത്തിലേക്ക് വരുമ്പോഴത്തേക്കും നാരത്തെ അയനം ചെയ്യിപ്പിക്കുന്നതാണ് നാരായണൻ. അത് നരൻ എന്ന് പറഞ്ഞാൽ വൃക്ഷലോകമാണ്. നാരത്തെ അയനം ചെയ്യിപ്പിക്കും. ഈ മഹാവൃക്ഷ പ്രകൃതിക്ക് ഇവിടെ നിന്നാൽ മാത്രം മതി നാരത്തെ, കടലിൽ കിടക്കുന്ന സമുദ്രത്തെ, ജലത്തെ ഇവിടെ എത്തിക്കുവാനുള്ള ശേഷിയുണ്ട്. സതിയെ പാർവതിയായിട്ട് ഇവിടെ എത്തിക്കുവാനുള്ള ശേഷി ഈ മഹാവൃക്ഷ പ്രകൃതിക്കുണ്ട്. നാരത്തെ അയനം ചെയ്യിപ്പിക്കുന്നതാണ് ഈ നരൻ, ഈ വൃക്ഷലോകം. നാരായണൻ എന്ന് പറഞ്ഞ മനുഷ്യനും ജ്ഞാനത്താൽ നാരത്തെ അയനം ചെയ്യിപ്പിക്കുവാനും സംരക്ഷിക്കുവാനും ശേഷിയുള്ളവനാണ്. അമ്മേ നാരായണ എന്ന് പറയുമ്പോഴത്തേക്കും ചാച്ചൻ പറഞ്ഞ പോലെ അമ്മയുടെ രൂപത്തിൽ നാരം അയനം ചെയ്യണം. നാരായണനാണ് അയനം ചെയ്യിപ്പിക്കുന്നത്. അമ്മേ നാരായണ, അമ്മയുടെ രൂപത്തിൽ, മാതൃരൂപത്തിൽ നാരമയനം ചെയ്യണം. ദേവി നാരായണ, ദിവ്യമായിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ രൂപത്തിൽ, ദേവിയുടെ രൂപത്തിൽ നാരമയനം ചെയ്യണം. ലക്ഷ്മി നാരായണ, ലക്ഷ്മിയുടെ രൂപത്തിൽ, അതായത് ജീവൻ്റെ രൂപത്തിൽ നാരമയനം ചെയ്യണം. മക്കളുടെ രൂപത്തിൽ നാരമയനം ചെയ്യണം. ഭദ്രേ നാരായണം, ഭദ്രമായിട്ട് ഈ നാരം അയനം ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ് ഈ നാരായണൻ്റെ വൈഭവം. ലക്ഷ്മിയെ ജനിപ്പിക്കുന്ന, അതായത് പത്നിഭാവത്തിലേക്ക് ലക്ഷ്മി ലോകത്തെ ചേർത്ത് നിർത്തുന്ന ഈ വൃക്ഷലോകത്തിൻ്റെ വാമഭാഗമായിരിക്കുന്നത് ഈ ലക്ഷ്മി ലോകമാണ്, ഈ ജന്തുലോകമാണ്. അത് ചെറിയ വൃക്ഷങ്ങളും ചെടികളും ലതകളും മാതൃലോകവും ജന്തുലോകവും എല്ലാം ചേർന്ന ആ നാരീലോകത്തെ നാരായണൻ അയനം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്വരജ തമോ ഗുണങ്ങളിലൂടെ അത് മായുന്നതുമാണ്. ഇതെല്ലാം മായ ചെയ്യുന്നത് നാരായണനാണ്, പക്ഷേ മായുന്നത് ജലമാണ്. പരിണാമങ്ങളെല്ലാം സംഭവിക്കുന്നത് സൗരനാണ് കാരണം, സൂര്യനാണ് കാരണം, പക്ഷേ പരിണാമം സംഭവിക്കുന്നത് ജലത്തിലാണ്. കാരണം നരനാണ്. നരൻ്റെ അവതാരമാണ് മത്സ്യവും കൂർമ്മവും വരാഹവും നരസിംഹവും വാമനൻ എന്ന് പറയുന്ന ജ്ഞാനിയായിട്ടുള്ള മാനവനുമെല്ലാം. പിന്നെയുള്ളതെല്ലാം ജ്ഞാനാവതാരങ്ങളാണ്. നമ്മളുടെ ബുദ്ധി, ഞാനിപ്പോൾ സംസാരിക്കുന്ന ബുദ്ധിയും ഈ ശക്തിയും എൻ്റെ ആയുസ്സും എൻ്റെ ആരോഗ്യവും എൻ്റെ സർവ്വതും ഈ മഹാവൃക്ഷ പ്രകൃതിക്ക് അവകാശപ്പെട്ടതാണ്. അതാണ് ശ്രീരാമചന്ദ്രൻ പറഞ്ഞത്, എന്നെയല്ല പൂജിക്കേണ്ടത്, എൻ്റെ അറിവും എൻ്റെ ആരോഗ്യവും എൻ്റെ സർവ്വതും ഈ മഹാവൃക്ഷ പ്രകൃതിക്ക് അവകാശപ്പെട്ടതാണ്. ഈ മഹാവൃക്ഷ പ്രകൃതിയുടെ വെറും ഒരു അവതാരം മാത്രമാണ്. എനിക്കല്ല മൂലമന്ത്രം വേണ്ടത്, ഈ മഹാവൃക്ഷ പ്രകൃതിക്കാണ്, ഈ വൈഷ്ണവ ശക്തിക്കാണ്. ഈ വൈഷ്ണവ ശക്തിയുടെ വെറും ഒരു അവതാരം മാത്രമായിരിക്കുന്ന എനിക്കല്ല പൂജ വേണ്ടത്, ഈ വൃക്ഷലോകത്തിനാണ്. ആ വൃക്ഷലോകത്തിൻ്റെ അവതാരങ്ങളെ ഇനിയും ഈ നാടിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ മഹാവൃക്ഷ പ്രകൃതിയെ പാദസേവ ചെയ്യൂ, മാധവ സേവയെ ചെയ്യൂ
എന്നാണ് പറഞ്ഞത്. അത് മാനവസേവയായിട്ട് ഭവിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ഈശ്വരൻ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണല്ലോ. അപ്പോൾ ഇപ്പോഴും ചിലപ്പോൾ ഈ കേൾക്കുന്നവർക്ക് അതെന്താണ് കുറച്ചുകൂടെ ആഴത്തിൽ അറിയാൻ ചിലപ്പം ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നാരീശ്വരത്തിൽ, അങ്ങനെയല്ലേ പറഞ്ഞു, നാരീശ്വരത്വത്തിൽ നിന്നാണ് ഈശ്വരത്വം അല്ലെങ്കിൽ ഈശ്വരൻ. അപ്പോൾ എന്താണ് ആ ശരിക്കും ആ പദത്തിൻ്റെ കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്തൊരു ഭാവം എന്ന് പറയുന്നത്? അതായത് നമ്മൾ ഏറ്റവും അവസാനത്തെ പാർട്ടാണ് പരമാത്മ ചൈതന്യമായിരിക്കുന്ന ജന്തുലോകം. അതിനാണ് നാരീശ്വരത്വം എന്ന് പറയുന്നത്. നാരത്താൽ അയനം ചെയ്യിപ്പിച്ച് നാരായണനിൽ നിന്ന് ജനിക്കുന്നതാണ് ലക്ഷ്മി ലോകം, ജന്തുലോകം. അപ്പം നമ്മൾ ജന്തുലോകമായിരിക്കുന്നതിന് കാരണം ജീവാത്മശക്തിയായിരിക്കുന്ന സസ്യലോകമാണ്. ജീവാത്മശക്തി എന്ന് പറഞ്ഞാൽ മറ്റൊന്നും തെറ്റായിട്ട് ധരിക്കേണ്ടതില്ല, നമ്മളുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കേണ്ടതുമില്ല. ജീവൻ ആത്മാവേകുന്നത് എന്തോ അതാണ് ജീവാത്മശക്തി. അത് പ്ലാന്റാണ്. ആ പ്ലാന്റിൻ്റെ പ്ലാനാണ് സർവ്വതും. ഇവിടെയുള്ള എന്തും ആ പ്ലാനിലാണ് നടക്കുന്നത്. അതിൻ്റെ പെർമിഷൻ അദ്ദേഹത്തിനേ ഉള്ളൂ, വേറെ ആർക്കും ഇല്ല. അപ്പോൾ ഈ നാരത്തെ അയനം ചെയ്യിപ്പിക്കുന്ന ഈ നാരായണനിലൂടെ നമ്മൾ ഈ ജീവാത്മശക്തിയിൽ നിന്നും പരമാത്മ ചൈതന്യമായി ജനിക്കുകയാണ്, അവതരിക്കുകയാണ്. പരമാത്മ ചൈതന്യത്തിൻ്റെ ഭാഗത്ത് നിന്നും തുടങ്ങിയാൽ അതിന് മുകളിൽ ജീവാത്മശക്തി, അതിന് മുകളിൽ എന്താണ് മണ്ണ്, അതിന് മുകളിൽ ജലം, അതിന് മുകളിൽ വായു, അതിന് മുകളിൽ അഗ്നി, അതിന് മുകളിൽ ആകാശം. ഏഴാമത്തെ തലം വരുമ്പോഴാണ് ആകാശം. പരമാത്മാവായിരിക്കുന്ന നമ്മളിൽ നിന്നും തൊട്ടെണ്ണിയാൽ ഏഴാമത്തെ തലത്തിൽ ആകാശം എത്തും. ആ ഏഴാമത്തെ തലത്തിൽ ആകാശത്തിന് മേലെയാണ് ദ്രവ്യം ഏകമായിരിക്കുന്ന അവസ്ഥ. ത്രിഗുണത്തെ സ്വീകരിക്കുന്നതിന് മുമ്പുള്ള നിർഗുണമായിരിക്കുന്ന അവസ്ഥ. എങ്ങനെ നിർഗുണമായിരിക്കുന്ന അവസ്ഥ എന്ന് ചോദിച്ചാൽ, ഒരു ശിശുവിനെ പോലെ സർവ്വഗുണങ്ങളെയും സ്വീകരിക്കാനെത്തുന്ന ഒരു ശിശുവിനെ പോലെ സർവ്വഗുണങ്ങളെയും ജനിപ്പിക്കുന്ന ആ നിർഗുണതയിൽ നിന്നുമാണ് ഏകദ്രവ്യാവസ്ഥ സഞ്ചരിച്ചെത്തുന്നത് ആദിപരാശക്തിയായിരിക്കുന്ന ആകാശത്തിലേക്ക്. അത് അന്നുമുണ്ട്, ഇന്നുമുണ്ട്, എന്നുമുണ്ടാകും, എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാ ദേവന്മാരും ലൈവാണ്. അപ്പോൾ ഇതെല്ലാം കാരണം ഈ വിഷ്ണുവാണ്. വിഷ്ണുവിൻ്റെ ലൈവായിട്ട് ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഈ മണ്ണും ജലവും, അതായത് ശിവനും പാർവതിയും ഇവിടെ ലൈവായിരിക്കുന്നത് കൊണ്ടാണ് ലൈഫേകാനായിട്ട് ഇവിടെ ഈ ലീഫുമായിട്ട് സസ്യലോകം നിൽക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ലീവിലാകും. അപ്പം നമ്മളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ഈ പഞ്ചദ്രവ്യ വ്യവസ്ഥ നമുക്ക് നല്ലൊരവസ്ഥയെ സൃഷ്ടിക്കുന്നുണ്ട്. അത് ദിവകാരണമായിരിക്കുന്ന അവസ്ഥയാണ്. ഒരു ദിവസത്തിന് കാരണമായിരിക്കുന്ന 2 എനർജിയെ കൊണ്ട് സൃഷ്ടിക്കുന്നൊരവസ്ഥയാണ്. 12 മണിക്കൂർ വൈറ്റ് എനർജിയും 12 മണിക്കൂർ ബ്ലാക്ക് എനർജിയും സൃഷ്ടിക്കുന്നൊരവസ്ഥ, ഒരു ദിവസത്തിന് കാരണമാകുന്ന അവസ്ഥ, 6 ഭാവങ്ങളെ സൃഷ്ടിക്കുന്ന അവസ്ഥയുണ്ട്. സൂര്യൻ്റെ 12 ഭാവങ്ങളാണ്, 12 ഭാവങ്ങളാണ് ഈ 6 അവസ്ഥയെ സൃഷ്ടിക്കുന്നത്. ആ 6 അവസ്ഥകളിലൂടെയാണ് ഒരു ദിവസം സഞ്ചരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും. രാവിലെ നമുക്ക് വസന്തം അനുഭവപ്പെടും, പൂക്കളെല്ലാം വിരിഞ്ഞ് ഒരു ഫ്രഷ്നെസ് അനുഭവപ്പെടും, അല്ലേ? തലേ ദിവസത്തെ പൂക്കളൊന്നും ആയിരിക്കില്ല അത്. എല്ലാ ദിവസവും കൃത്യമായിട്ടൊരു വസന്തം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇതുപോലെ തന്നെ ഗ്രീഷ്മം അനുഭവപ്പെടുന്നൊരു 10 മണി കഴിയുമ്പോഴത്തേക്കും. അത് കഴിയുമ്പോഴോ അസ്തമയത്തിൽ നമുക്ക് ഒരു ശരത്കാലവും അനുഭവപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹേമന്തം എന്ന് പറയുന്ന ക്ഷീണാവസ്ഥ, ഉറക്കത്തിലേക്ക് നമ്മൾ അറിയാതെ വഴുതി വീഴുന്നുണ്ട് രാത്രിയിൽ. പിന്നെ ശിശിരം അനുഭവപ്പെടുന്നുണ്ട്. രാത്രി അർദ്ധരാത്രി കഴിയുമ്പോൾ നമുക്കൊരു ശിശിരം അനുഭവപ്പെടുന്നുണ്ട്. ഇത് 6 ഋതുഭാവങ്ങളും ഒരു ദിവസത്തിൽ മിന്നി മറയുന്നുണ്ട്. ആ 6 ഋതുഭാവങ്ങളുമാണ് വളരെ പ്രകാശത്തിൻ്റെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ദൈവം എന്ന് പറയുന്ന 6 ദിവ്യദ്രവ്യശക്തികൾ. അതിനകത്ത് 4 ദ്രവ്യശക്തിയും 2 ജൈവശക്തിയുമാണ്. സസ്യലോകവും ജന്തുലോകവും ജൈവശക്തിയാണ്, മറ്റത് 2ഉം ദിവ്യമായിരിക്കുന്ന ദ്രവ്യശക്തികളുമാണ്. അതിൽ 2 എണ്ണത്തിന് കാണാനേ പറ്റില്ല, അത് കാരണഗണമാണ്. ആ കാരണഗണം എന്ന് പറയുന്നത് അഗ്നിയും ആകാശവുമാണ്. സ്ഥൂലഗണമാണ് മണ്ണും ജലവും. അപ്പോൾ നമ്മൾ പ്രത്യക്ഷ ഗണവുമുണ്ട്, കാരണഗണവുമുണ്ട്. അങ്ങനെ ഈ ദ്രവ്യവ്യൂഹമാണ് ദൈവവ്യൂഹം എന്ന് പറയുന്ന ദൈവവ്യൂഹം എന്ന് പറയുന്നത്. ഈ ദ്രവ്യവ്യൂഹം നിൽക്കുന്നത് മിൽക്കി വേ ഗാലക്സിയിലാണ്. സൗരവ്യൂഹത്തിലാണ് ഈ നീലഗോളമായിട്ടുള്ള ഈ ശൈവനിലയമായിട്ടുള്ള ഭൂമി സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇത്
ഈ ദ്രവ്യ വ്യവസ്ഥയാണ് ശരിക്കും ദൈവവ്യവസ്ഥ എന്ന് പറയുന്നത്. ദ്രവ്യത്തിൻ്റെ പരിണാമത്തിലൂടെയാണ് നമ്മളുടെ ജീവൻ സാധ്യമാകുന്നത്. ജീവനെ ജനിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ ആ ദിവ്യമായിരിക്കുന്ന ദിവകാരണ ശക്തിയെയാണ് ദൈവം എന്ന് പറയുന്നത്. സന്ധ്യാസമയത്ത് ആ സൂര്യൻ്റെ വെളിച്ചവും ചൂടും ഒക്കെ മങ്ങി തുടങ്ങുന്നത് കൊണ്ടാണോ ഈ വിളക്ക് വെക്കുന്നത് നമ്മൾ? അതെ, വൈറ്റ് എനർജിയിൽ നിന്ന് ഡാർക്ക് എനർജിയിലേക്ക് പ്രകൃതി ചേഞ്ച് ആവുകയാണ്. അപ്പോൾ ചേഞ്ച് ആകുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഭൂമുഖത്തും നമ്മുടെ മുഖത്തും ഇന്ദ്രിയഗ്രാമമായിരിക്കുന്ന ഫേസിലും ആ ചേഞ്ച് പെട്ടെന്ന് നമുക്ക് ദോഷകരമായി ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിളക്ക് വയ്ക്കുന്നത്. കാരണം നമ്മൾ വിളക്ക് വയ്ക്കുമ്പോഴത്തേക്കും നമുക്കറിയാം, നമ്മൾ 10 മിനിറ്റെങ്കിലും അതിൻ്റെ മുമ്പിൽ ഇരിക്കണമെന്ന് കാരണവന്മാർ പറയും, സന്ധ്യാസമയത്തും പുലർച്ചെയും. വൈകുന്നേരം പ്രത്യേകിച്ചും ഒഴിവാക്കരുത് വിളക്ക് വെപ്പ് എന്ന് പറയും. കാരണം നമ്മൾ തമസിലേക്കാണ് സഞ്ചരിക്കുന്നത്. പ്രകൃതി വൈറ്റ് എനർജിയിൽ നിന്ന് ഡാർക്ക് എനർജിയിലേക്ക് സഞ്ചരിക്കുകയാണ്. അപ്പം നമ്മളുടെ ഷട്ട് ഡൗൺ ചെയ്യുന്ന സമയമാണ്. നിത്യമരണം എന്ന് പറയുന്ന നിദ്രയിലേക്ക് നമ്മൾ പോകുന്ന സമയമാണ്. അപ്പോൾ ആ ചേഞ്ച് ആകുമ്പോൾ വൈറ്റ് എനർജിയിൽ നിന്നും പ്രകാശത്തിൽ നിന്നും ആകാശത്തിൻ്റെ ശക്തിയായിരിക്കുന്ന ആ ചൈതന്യമായിരിക്കുന്ന ആ ഡാർക്ക് എനർജിയിലേക്ക് പ്രകൃതി സഞ്ചരിക്കുമ്പോൾ നമ്മളുടെ ഭൂമുഖത്തും നമ്മുടെ ഇന്ദ്രിയ ഗ്രാമമായിരിക്കുന്ന ഫേസിലും വളരെ സ്ലോലിയാണ് ആ പ്രതിഭാസം നടക്കുന്നത്. ഇപ്പോൾ ചുട്ടുപൊള്ളുന്ന വെയിലത്തേക്ക് എ സിയിൽ നിന്ന് നമ്മൾ ഇറങ്ങിയാൽ, അല്ലെങ്കിൽ ചൂടുവെള്ളം കുടിച്ച ഉടനെ തണുത്ത വെള്ളം കുടിച്ചാൽ നമുക്ക് എത്രമാത്രം ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമോ, അതുപോലെ തന്നെ വൈറ്റ് എനർജിയിൽ നിന്ന് ഡാർക്ക് എനർജിയിലേക്ക് ഈ പ്രകൃതി ചേഞ്ച് ആകുമ്പോഴും ഇങ്ങനെ ഒരു പ്രതിഭാസം സംഭവിക്കുന്നുണ്ട്. അത് നമ്മളുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് 120 വയസ്സ് വരെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി കഴിയണമെങ്കിൽ ഈ സന്ധ്യയ്ക്കും ഉദയത്തിന് മുമ്പുള്ള അരമണിക്കൂറും നമ്മൾ വിളക്ക് വെച്ചിരിക്കണം, വിളക്കിൻ്റെ മുമ്പിലിരിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇതിനെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ദ്രവ്യശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വിളക്ക് വയ്ക്കുന്നത്. ക്ഷേത്രങ്ങളിലെ ദീപാരാധന നടത്തുന്നത് ആ ദീപത്തെ അണച്ചുകൊണ്ട് ഈ ഇരുളിനെയും ആചരിക്കുന്ന രീതിയിലാണ് ആ ദീപാരാധന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കത്തിച്ചാൽ മാത്രം പോരാ, അത് അണയ്ക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ഉണ്ട്. അതിന് വ്യക്തമായിട്ട് അണക്കേണ്ട രീതിയും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ ഈ തമസിനെ ആരാധിക്കുകയും പ്രകാശത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മളുടെ ആചരണ രീതി. ഓക്കെ.